ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജസ്റ്റ് സ്പോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഞങ്ങളിപ്പോ തഞ്ചാവൂരെത്തി. തഞ്ചാവൂർ ഇന്നലെ രാത്രിയിൽ ഒത്തിരി ലേറ്റ് ആയി തഞ്ചാവൂരെത്താൻ. 12 എങ്ങാണ്ടായി എത്തിയപ്പം. അത് കഴിഞ്ഞ് ഇപ്പൊ രാവിലെ എണീച്ച് കുളിച്ച് ഇവിടെ ഒരു ബൃഹദീശ്വര ടെമ്പിൾ ഉണ്ട്, അവിടേക്ക് പോവാണ്. ഇവിടെ ഭയങ്കര ഫേമസ് ടെമ്പിൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ചോള സാമ്രാജ്യ കാലഘട്ടത്തിലുണ്ടാക്കിയ ടെമ്പിളാണ്. ചോള നായക്കന്മാരുണ്ടാക്കിയ ടെമ്പിളാണ്. ഭയങ്കര തഞ്ചാവൂർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, സിറ്റിയാണ്, ആർക്കിടെക്ചർ സിറ്റി എന്ന് പറയാം. നമ്മുടെ പഴയ ശില്പികളുടെ നഗരമാണ്. ഇപ്പോഴും ശില്പികളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇവിടെ ആർക്കിടെക്ചറിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഈ അമ്പലം അതിനുള്ളൊരു ഉദാഹരണമാണ്. ഭയങ്കര പഴയ പുരാതന ചോള സാമ്രാജ്യ കാലഘട്ടത്തെ ശില്പവിദ്യയിലൊക്കെ പണിതീർത്തൊരു അമ്പലമാണ്. അപ്പൊ ഒരു ശരിക്കും ഒന്ന് കാണാൻ മാത്രം ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഒരു പാലസ് ഉണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ഉദ്ദേശം. ഇപ്പം ഞങ്ങള് കുളിച്ച് റെഡിയായി ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടാൽ തന്നെ അറിയാം എല്ലാവരുടെ ഉറക്കക്ഷീണം. അത് കഴിഞ്ഞിപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് അതോടുകൂടി ഇവിടെ അമ്പലങ്ങളുടെ കഴിയും. പിന്നെ ബാക്കിയുള്ള ഇവിടുത്തെ തഞ്ചാവൂരിലെ കാഴ്ചകൾ, തനതായ ശില്പവിദ്യയുള്ള ഒരു ലൈബ്രറി ഉണ്ടെന്ന് പറഞ്ഞു, പരേശ്വര ശില്പങ്ങളൊക്കെ ഉള്ള, അതൊക്കെ ഒന്ന് കാണണം. മൊത്തത്തിൽ തഞ്ചാവൂർ കറങ്ങാനാണ് പ്ലാൻ. അമ്പലത്തിനുള്ളിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുമെന്ന് അറിയത്തില്ല. എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം. അപ്പൊ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ മുടങ്ങാതെ കാണുക. ഇതുപോലുള്ള പല യാത്രകളും ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ അമ്പലത്തിന് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാവേ. കാണുന്ന ഗോപുരമാണ് അമ്പലത്തിന്റെ എന്നാണ് തോന്നുന്നത്. കാണുന്നുണ്ടോ എന്ത് ഭംഗിയാന്ന്. അത് തന്നെയാണ് അമ്പലം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ ബൃഹദീശ്വര ടെമ്പിളിന്റെ മുമ്പിൽ എത്തിയത് പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റ് ആണ്. പണ്ട് കാലത്ത് 1958 എങ്ങാണ്ടാണ് അത് പ്രൊട്ടക്ട് ചെയ്തത്. അതെ, ആക്ട് പ്രകാരം പ്രൊട്ടക്ട് ചെയ്തതാണ്. ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ഇതാണ് അതിന്റെ വാതില്, ഗോപുരവാതിൽ. അകത്തേക്ക് കിടക്കുവാണ്. ഭയങ്കര വലിയൊരു കോട്ട പോലെ. ഇതാണ് അതിന്റെ ഗോപുരവാതിൽ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം കിടക്കാൻ. അതിന്റെ അകത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് കാണിക്കുന്നത്. ആ ശില്പം കിട്ടുമ്പോൾ കണ്ടേ നല്ല രസം, അടിപൊളി. അത്ര നൂറ്റാണ്ട് മുമ്പാണെന്ന് പറഞ്ഞു. തഞ്ചാവൂര് ശില്പികൾ നല്ല കഴിവുള്ളവരാണെന്ന് ഇന്നത്തെ തന്നെ പറയാം. തഞ്ചാവൂർ ശില്പികളാണ് നമ്മുടെ നാടുകളിലുള്ള ക്ഷേത്രങ്ങളും എല്ലാം പണിതുകൊണ്ടിരുന്നത് പണ്ട് കാലം മുതലേ. തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിളിൻ്റെ ഗോപുരവാതിൽ ഞങ്ങൾ അകത്തേക്ക് കടക്കുകയാണ്. എന്ത് വലിയ ഗോപുരം നോക്ക്, പഴയ ശില്പവിദ്യ. അതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അനുവദിക്കത്തില്ല, അതുകൊണ്ട് ഗോപുരവാതിൽ ഇവിടെ നിന്നുള്ളത് മാത്രം ഞാനൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അകത്തേക്ക് കടക്കുകയാണ്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചൊരു ക്ഷേത്രമാണിത്. കണ്ടോ ശില്പവിദ്യയൊക്കെ കണ്ടോ? വാവ്. ഇത് ഭംഗിയുള്ള ശില്പവിദ്യ നോക്കൂ. പഴയ കാലത്തെ ചോള ഡൈനാസ്റ്റിയുടെ അതുപോലെ ബൃഹദീശ്വര ടെമ്പിളിന്റെ ഒക്കെ ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സമാധാനമായിട്ട് വായിക്കാം. ഒരു വലിയ ടെമ്പിളാണ്. അതായത് അതിന് ഒരുപാട് ഏരിയ നീണ്ടിറക്കുന്ന ഒരു ടെമ്പിളാണ്. ഒരുപാട് ഏരിയ ഉണ്ട്. ഇതിന്റെ ഒരു മാതൃക ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവർ എന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. വളരെ വലിയൊരു ടെമ്പിളാണ്. ഉയരെയാണ് കോട്ടവാതിൽ. control. ഇതാണ് അടുത്ത ഗോപുരവാതിൽ. ഒരുപാട് ഗോപുരങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. അടുത്ത ഗോപുരവാതിൽ കിടന്നകത്തേക്ക് പോവാണ്. ഏക്കർ കണക്കിന് നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥലമാണ്.
அவங்கள்ட்ட கேட்டிங்களா? அவர் எவ்வளோ சொன்னார்? அவர் 500 சொல்கிறாரு. எங்கே கிடைக்குது? தெரியும் அது எப்படி தரணும். ഈ ഗോപുരത്തിൻ്റെ ഇവിടം വരെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് പറയുന്നു. അതിൻ്റെ അകത്തേക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നടക്കാനുണ്ട്. 12 അങ്ങോട്ട് ഗോപുരം ഉണ്ടെന്നാണ് പറഞ്ഞത്. 12 സ്ഥലങ്ങളുണ്ട്. ഗോപുരമല്ല, 12 സ്ഥലങ്ങളുണ്ട് ദർശനത്തിനായിട്ട്. നല്ല രസമാണ് ഇവിടുത്തെ ചുറ്റൊക്കെ. നല്ലൊരു ഗാർഡൻ, ഒരു പഴയ ഒരു ഇതാണ് ആദ്യത്തെ ഗോപുരം. ദർശനം കിട്ടിയാൽ മതി നമുക്ക് എല്ലാവർക്കും. അല്ലാണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ പോകത്തില്ല. ഇങ്ങനെ നിൽക്കണോ? തിരിച്ചു വരുമ്പോൾ കൊടുക്കാനാണ്. എത്ര 500? എല്ലാവരെയും ഞങ്ങൾ 5 പേര് ഒരേപോലെ കൊണ്ട് ഒരേപോലെ ഇറക്കിക്കൊണ്ട് വരണമെന്നാണ്. ഞങ്ങൾക്ക് വേറെ അകത്തേക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല പറഞ്ഞു. വാവ്, ഇത് കണ്ടോ? കാല് പൊള്ളിയിട്ട് സരിതയും പ്രയാഗൻ ഓടുവാണ്. പ്രയാഗ ഇവിടെ, ഇവിടെ കളിക്കും. ഭയങ്കര ചൂടാ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മേനെ ഇങ്ങനെ വീൽ ചെയറായി കൊണ്ടുപോവാണ്. ഇത് നന്ദിയല്ലേ ഇടിയാ വലുത് ഇവിടെ? അതല്ലേ. ആഹാ, ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അമ്പലത്തിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ നന്ദി അല്ലേ?
റൈറ്റ് അല്ലേ കറങ്ങി വരുന്നത് ഇങ്ങനെ. പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഈ ബൃഹദീശ്വര ടെമ്പിള് രാജരാജ ചോളന്റെ കാലത്താണ് ഇത് ബിൽഡ് ചെയ്തത്. ഇതിന് തഞ്ചൈ പെരിയ കോവിൽ എന്നും ഈ അമ്പലത്തിന് പറയുന്നുണ്ട്. ഈ നന്ദിപ്രതിമ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണ്. വളരെ ഹെവി ആയിട്ട് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു നന്ദിപ്രതിമയാണ് ഇവിടെ ഉള്ളത്. 25 ടൺ ഭാരമുള്ള ഈ പ്രതിമ ഒറ്റ കല്ലിലാണ് പണിതീർത്തിരിക്കുന്നത്. ഈ മെയിൻ കോവിലിന്റെ മുകളിലുള്ള മകുടത്തിന് ഏകദേശം 80 ടണ്ണിലധികം ഭാരമുണ്ടെന്നും അതൊരൊറ്റ കല്ലിൽ പണിതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ നിഴല് താഴെ വീഴില്ല എന്നും പറയുന്നുണ്ട്. ബൃഹദീശ്വര ടെമ്പിളിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ നന്നായിട്ട് വിശന്നു. അപ്പം ഞങ്ങൾ തഞ്ചാവൂരിലെ തന്നെ നല്ല ഫേമസ് ബിരിയാണി കിട്ടുന്ന കടയായിട്ടുള്ള തേവർ ബിരിയാണി ഹൗസിൽ വന്നിരിക്കുകയാണ്. ഒരബദ്ധം പറ്റിപ്പോയി. ഞങ്ങളുടെ മൈക്ക് ആ സമയത്ത് അറിയാതെ ഓഫായിപ്പോയി. അതുകൊണ്ട് ഇവിടെ മുതൽ അങ്ങോട്ടുള്ള വീഡിയോയിൽ എനിക്ക് വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് അവിടെ നിന്ന് ഓർഡർ ചെയ്തത്. നല്ല മട്ടനൊക്കെ നല്ല പൂ പോലെ വെന്തു എന്നൊക്കെ പറയാം. അതുപോലെ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. അപ്പോൾ തഞ്ചാവൂർ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട്. ബിരിയാണി മാത്രമല്ല പല വിധത്തിലുള്ള ഫുഡ് കിട്ടുന്ന, അതായത് നമ്മുടെ ലഞ്ച് ഐറ്റം, അതല്ലാതെ സ്നാക്സ് ഐറ്റം, സ്വീറ്റ് ഐറ്റം, ഇങ്ങനെയെല്ലാം കിട്ടുന്ന പല വിധത്തിലുള്ള ഫുഡ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ അത് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം. അല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. തേവർ ബിരിയാണി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി കടയാണ്. വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതാണ്. അപ്പോൾ തഞ്ചാവൂർ പോകുന്ന ആൾക്കാർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ച് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഞങ്ങൾ അവർക്കൊരു പരസ്യം പറയുന്നൊന്നുമല്ല. പക്ഷേ നല്ല സൂപ്പർ ബിരിയാണി, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കും അബിക്കാണെങ്കിലും എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓവർ മസാലയൊന്നുമല്ല, നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫ്ലേവറുള്ള ബിരിയാണി തന്നെയായിരുന്നു. എല്ലാവരും സൂപ്പറായിട്ട് കഴിക്കുകയും ചെയ്തു. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കഴിക്കുകയും ചെയ്തു. അപ്പോൾ മസ്റ്റായിട്ട് മറക്കണ്ട. തേവർ ബിരിയാണി മാത്രമല്ല വേറെ ഒരുപാട് ബിരിയാണി സ്പോട്ടുകളുണ്ട് അവിടെ. അതല്ലാതെ ഫുഡുകൾ കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ തഞ്ചാവൂർ പോകുന്ന കൂടത്തെ അവിടുത്തെ ഫുഡ് കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. പ്രയാഗയ്ക്ക് ബിരിയാണി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിരുന്ന് കഴിക്കണുണ്ടോ. പ്രയാഗയ്ക്ക് മാത്രമല്ല പ്രണവിനും അമ്മയ്ക്കും എല്ലാം ബിരിയാണി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ബിരിയാണിയൊക്കെ കഴിച്ചിറങ്ങിയിട്ട് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തഞ്ചാവൂർ പാലസ് കാണാനാണ്. തഞ്ചാവൂർ മരാത്ത പാലസ്. അതിനോട് ചേർന്ന് തന്നെ സരസ്വതി മഹാൽ ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറൽ മ്യൂസിയം കൂടിയുണ്ട്. സോ അവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തഞ്ചാവൂർ ശില്പവിദ്യ, അവിടുത്തെ ശില്പികളുടെ വൈദഗ്ധ്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന കാഴ്ചകളാണ്. അവിടെ കല്ലിലും വെങ്കലത്തിലും മെറ്റലിലും ഒക്കെ കൊത്തിയെടുത്ത് പല തരത്തിലുള്ള ശില്പങ്ങളാണ് ഈ ലൈബ്രറിയിൽ. അതൊരു മ്യൂസിയമാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ പാലസിലാണെങ്കിലും പഴയ കാലത്തെ ശില്പവിദ്യ, പണ്ടത്തെ ശില്പികളുടെ ആർക്കിടെക്ചറൽ ഇൻ്റലിജൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള പാലസാണ് അവിടെ ഉള്ളത്. വളരെയധികം കാണാൻ ഭംഗിയുള്ള ഒരുപാട് വസ്തുക്കളും അവിടെയുണ്ട്, അതായത് ശില്പങ്ങൾ അവിടെയുണ്ട്. അതേപോലെ അറിയാമല്ലോ നമ്മൾ കൊട്ടാരങ്ങളിൽ പോകുമ്പോൾ ഉള്ള പഴയ കാലത്തെ രാജാക്കന്മാരുടെ അവരുടെ ജീവിത രീതികൾ, വിളിച്ചു പോകുന്ന കാര്യങ്ങൾ, പഴയ നാണയങ്ങൾ, അവരുടെ ആയുധങ്ങൾ, അങ്ങനെ പഴയ കാലത്തെ എല്ലാ ഒരു കൊട്ടാരത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്.
സോ അവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ മൈക്കൊന്ന് പണി മുടക്കി, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ എനിക്കറിയാം, അപ്പോൾ ലിപ്സിങ്ക് ശരിയാവില്ല. അതിലുള്ളൊരു ബുദ്ധിമുട്ടിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്തായാലും അവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ മാക്സിമം എത്തിച്ചേരാം. അവിടെ നമ്മുടെ തഞ്ചാവൂർ വരുന്ന ആൾക്കാർ ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഈ പാലസും അതിനോട് ചേർന്നുള്ള ഈ ലൈബ്രറി മ്യൂസിയവും. അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും തഞ്ചാവൂരിൻ്റെ അവിടെ ഇന്ത്യയുടെ തന്നെ കൾച്ചറോളം തന്നെ പഴമയുള്ള ചോള സാമ്രാജ്യത്തിൻ്റെ കൾച്ചറുകളെല്ലാം അവിടെ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. അന്നത്തെ ആ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി മാത്രമല്ല, അന്നത്തെ സംസ്കാരം, അവരുപയോഗിച്ചിരുന്ന നാണയങ്ങൾ, ആയുധങ്ങൾ, അവരുപയോഗിച്ചിരുന്ന മറ്റുള്ള അവരുടെ വിഗ്രഹങ്ങൾ, കാര്യങ്ങൾ എല്ലാം അവിടെ വളരെ വ്യക്തമായി തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. ഇപ്പോൾ അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ തഞ്ചാവൂർ പാലസിൻ്റെ അവിടെ എത്തി. ഇവിടെ ആദ്യമേ തന്നെ സരസ്വതി മഹാൽ ലൈബ്രറിയാണ്. അപ്പം നമുക്ക് അതൊക്കെ കണ്ടുപോകാം. ഇവിടെ ദർബാർ ഹാൾ കാണിക്കുന്നുണ്ട്. ഞങ്ങളിപ്പം പാലസിൻ്റെ അകത്തോട്ട് കയറി. പാലസിൻ്റെ അകത്തെ ഓരോ കാഴ്ചകളാണ്. ഇഷ്ടപ്പെട്ട കാഴ്ച പാലസിൻ്റെ ഈ ഭാഗത്ത് ഒരുപാട് ശില്പങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള ശില്പങ്ങളാണ്. മറ്റൊരു ഭാഗത്ത് നമുക്ക് ബ്രാസ് അങ്ങനെയുള്ള മെറ്റലിൽ തീർത്ത ശില്പങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ മൊത്തം ഈ പഴയകാല വിഗ്രഹങ്ങളാണ്. നമ്മൾ പുരാണങ്ങളിലൊക്കെ പറയുന്ന പല ദേവതകളുടെയും ദേവന്മാരുടെയും ഒക്കെ വിഗ്രഹങ്ങളും അങ്ങനെയുള്ള രൂപങ്ങളും ഒക്കെയാണ്. മഹാവിഷ്ണു, അതുപോലെ ബ്രഹ്മാവ്, അങ്ങനെയൊക്കെ പലരുടെയും രൂപങ്ങളാണ് ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത്. തഞ്ചാവൂർ ശില്പികളുടെ കരവിരുത് നന്നായിട്ട് നമ്മളെ കാണിച്ചു തരുന്ന തരത്തിലുള്ള ശില്പവിദ്യയാണ്. ഈ പഴയ പാലസ് ഇപ്പോൾ ഒരു ലൈബ്രറി, ഒരു മ്യൂസിയമായിട്ട് കീപ്പ് ചെയ്തേക്കുവാണ്. പാലസിൻ്റെ 2 ഭാഗമായിട്ടാണ്. അതിലൊരു ഭാഗത്ത് അവരുടെ പാലസിൻ്റെ മറ്റുള്ള റൂമുകളും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, മറ്റൊരു ഏരിയ ഇങ്ങനെ സരസ്വതി മഹാൽ ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിയം പോലെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ശില്പവിദ്യകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല, ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ വേറെയും ഒരുപാട് കാണാനുണ്ട്. നമുക്കിവിടുത്തെ കാഴ്ചകൾ ഓരോന്നോരോന്നായിട്ട് കാണാം. ഈ ഒരു കെട്ടിടത്തിൻ്റെ നമുക്ക് തൂണുകളൊക്കെ തന്നെ അതിൻ്റെ വലിപ്പമൊക്കെ തന്നെ കണ്ടാൽ അറിയാം. ഈ കെട്ടിടത്തിൻ്റെ തന്നെ ഒരു ആർക്കിടെക്ചറൽ ആ ഒരു നിർമ്മിതിയുടെ ഭംഗി തന്നെ നമുക്ക് അന്നത്തെ കാലത്തെ ശില്പികളുടെ കഴിവ് നമുക്ക് അറിയാൻ സാധിക്കും. അത് കാണുമ്പോൾ തന്നെ വലിയ വലിയ തൂണുകളും വലിയ ചുമർ ചിത്രങ്ങളും, അതുപോലെ നമ്മുടെ മേൽക്കൂരയിലാണെങ്കിലും ഒരുപാട് ഡെക്കറേറ്റീവായിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ, വർക്കുകളും ഒക്കെ ചെയ്തിട്ടുള്ള പാലസ് മൊത്തത്തിൽ, ഈ പാലസും ലൈബ്രറി മൊത്തത്തിൽ കാണാൻ തന്നെ ഉണ്ട്. ഈ ഒരു ശില്പവിദ്യ മാത്രമല്ല, മൊത്തത്തിൽ നമുക്കൊന്ന് കാണാൻ തന്നെ ഒരുപാടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു സരസ്വതി മഹാൽ ലൈബ്രറിയും അതുപോലെ മറാത്ത പാലസും. ഇപ്പോൾ നമ്മൾ കാണുന്നത് സരസ്വതി മഹാൽ ലൈബ്രറി എന്ന് പറഞ്ഞ മ്യൂസിയത്തിലുള്ള ശില്പങ്ങളാണ്. അതായത് ഇപ്പോൾ ഇതെല്ലാം കരിങ്കല്ലിൽ കൊത്തിയ ശില്പങ്ങളാണ്. ഇനി ബ്രാസിന്റെ ശില്പങ്ങൾ കാണാം. കുറച്ച് മാറി തന്നെയാണ് പാലസ്, കുറച്ച് മാറിയല്ല, ഇതിനോട് ചേർന്ന് തന്നെയാണ് പാലസ് ഉള്ളത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചുമർ ചിത്രങ്ങളും അതുപോലെ നല്ല ഭംഗിയുള്ള മേൽക്കൂരകളും മറ്റുള്ള രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും കോയിനുകളും എല്ലാം ഉള്ളത്. ഇത് മ്യൂസിയത്തിന്റെ ഭാഗമായിട്ടുള്ള ശില്പങ്ങൾ മാത്രമുള്ള ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രയാഗയും പ്രണവും ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇവിടെ ഒരുപാട് ശില്പങ്ങളുണ്ട്, കരിങ്കല്ലിൽ കൊത്തിവെച്ച ഒരുപാട് രൂപങ്ങളുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും കൂടെ പോയി മാറി മാറി നിന്ന് ഫോട്ടോ എടുക്കുകയാണ് പ്രയാഗ.
ഇതൊരു വെയിലിന്റെ നമ്മുടെ തിമിംഗലത്തിന്റെ അസ്ഥികൂടമാണ്. ഇവിടെ കടലിന്റെ സൈഡിൽ അടിഞ്ഞതാണെന്നാണ് പറയുന്നത് ഈ ഒരു തിമിംഗലം. അതിന്റെ അസ്ഥി ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു മ്യൂസിയത്തിന്റെ ഉള്ളിൽ. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വെയിൽ ബോണാണിത്. ഇത് ഈ പാലസിന്റെ തന്നെ മുകളിലത്തെ നിലയിലാണ്. ഈ പാലസും ആക്ച്വലി മ്യൂസിയം എല്ലാം ഒന്ന് തന്നെയാണ്. ഒരേ കോമ്പൗണ്ടിന്റെ 2 വശമാണ്. ഈ മ്യൂസിയത്തിന്റെ മുകളിലത്തെ നിലയിലാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം, അതായത് ഈ വെയിൽ ബോണിന്റെ സ്റ്റോറി മൊത്തത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കടൽ തടിങ്ങിന്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതും എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചു നോക്കേണ്ടവർക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചു നോക്കാം കേട്ടോ. ഇതെല്ലാം ബ്രാസിലും പലതരം മെറ്റലുകളിലും ഉള്ള വിഗ്രഹങ്ങളൊക്കെയാണ്. ഇതും നമ്മുടെ തഞ്ചാവൂർ ആർക്കിടെക്ചറിന്റെ ഭാഗം തന്നെയാണ്. സ്റ്റോൺ മാത്രമല്ല, ഇത് മ്യൂസിയത്തിന്റെ വേറൊരു ഭാഗത്താണ് വച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കണ്ണാടി കൂടുകൾക്കുള്ളിലൊക്കെ സേഫ് ആയിട്ടാണ് വച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള മെറ്റൽ കൊണ്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ശില്പങ്ങൾ ഇവിടെയുണ്ട്. ഇതൊരു ഗോൾഡൻ കളറിലാണ്. അതുപോലെ പല പല കളറിലുള്ള ശില്പങ്ങളും ഇവിടെയുണ്ട്. പല മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള ശില്പങ്ങളും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ പല പണ്ടത്തെ കാലത്തെ നിർമ്മിതികളുടെയൊക്കെ ചെറിയ മിനിയേച്ചറുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല കൊട്ടാരങ്ങളുടെയും മാതൃകകൾ ഇവിടെ ഉണ്ട്. തഞ്ചൈ പെരിയ കോവിൽ അഥവാ നമ്മുടെ ബൃഹദീശ്വര ടെമ്പിളിന്റെ മോഡലാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്.
പഴയ കാലത്തെ രേഖകളും താളിയോലകളും നാണയങ്ങളും അന്നത്തെ കറൻസിയും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ സംസ്കാരവും കാര്യങ്ങളും എല്ലാം എന്തൊക്കെയാണെന്ന് നമ്മളെ അറിയിക്കുന്ന ഒരുപാട് ശേഷിപ്പുകൾ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങൾ മാത്രമല്ല. അന്നത്തെ നിർമ്മിതിയും അതുപോലെ ശില്പകലയും എല്ലാം ഈ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലെല്ലാം ചുവരുകളിലും അതുപോലെ മേൽക്കൂരയിലും എല്ലായിടത്തും തെളിഞ്ഞു കാണാം. പണ്ടത്തെ രാജാവിൻ്റെ ഒരു ശില്പവും ഒരു രൂപവും ഇവിടെ ഉണ്ട്. പണ്ടത്തെ രാജകൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ മ്യൂസിയം ആക്കിയിരിക്കുന്നത്. അന്നത്തെ ശില്പ വൈദഗ്ധ്യം മുഴുവൻ ഈ കൊട്ടാരത്തിൽ തെളിഞ്ഞു കാണാം. അന്ന് ചോളന്മാരായിക്കോട്ടെ, നായക്കന്മാരായിക്കോട്ടെ, മറാത്തകളായിക്കോട്ടെ, എല്ലാവരുടെയും കാലഘട്ടത്തിൽ അന്നത്തെ ഒരു ശില്പ വൈവിധ്യം ഈ കൊട്ടാരത്തിൽ തെളിഞ്ഞു കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് അന്നത്തെ ദർബാർ ഹാൾ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഇപ്പം മ്യൂസിയമായിട്ട് റിസർവ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചരിത്രം ഇവിടെ ഉറങ്ങിക്കിടപ്പുണ്ട്. ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു പണ്ട് ആളുകളെ അടക്കം ചെയ്തിരുന്ന ഒരു ബറിയൽ ചെയ്തിരുന്ന ഒരു കുടം പോലെയൊക്കെ തോന്നുന്നു. അങ്ങനെ ഒരു സംഭവമാണ്. ഒരു വലിയ ഒരു ഭീമമായ പാത്രം. ഇതിലാണ് പണ്ട് കാലത്ത് അടക്കം ചെയ്തിരുന്ന മരണപ്പെടുന്ന ആൾക്കാരെ.
അങ്ങനെ തഞ്ചാവൂരിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടുത്തെ അമ്പലവും മ്യൂസിയവും പാലസും എല്ലാം കണ്ടിട്ട് ഇവിടുത്തെ തനതായ രുചിയും രുചിച്ച് തഞ്ചാവൂർ ബൊമ്മയും മേടിച്ച് ഞങ്ങൾ ഇവിടുത്തെ യാത്ര, തഞ്ചാവൂർ എന്നുള്ള യാത്ര ഇതിപ്പോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോ ഞങ്ങൾ പോകാൻ പോകുന്നത് വേറൊരു ഡെസ്റ്റിനേഷനിലേക്കാണ്. അത് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയത്തില്ല. അവിടെ ചെന്നതിന് ശേഷം അതെവിടെയാന്നുള്ളത് കാണിച്ചു തരാം. ഇന്നിപ്പോ ഞങ്ങൾ തഞ്ചാവൂരിനോട് വിട പറഞ്ഞ് ഒപ്പം ഞങ്ങൾ യാത്ര തിരിക്കാൻ പോവാണ്. അപ്പോ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.